ഹായ്, എല്ലാവർക്കും സ്റ്റാർ വൈ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരുമോ എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് 2 പൈലാണ് ഇവിടെ ചൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈല് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക, അല്ലാത്തെല്ലാം വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പം മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൈല് ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് നൈറ്റ് ഓഫ് വാൻസ്, എംപറർ, 10 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾ, ഏസ് ഓഫ് പെൻറ്റക്കിൾ, അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾ ആണ്. ബോട്ടം അണിച്ച് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾ, 5 ഓഫ് സോർഡ്സ്, അതുപോലെ 3 ഓഫ് സോർഡ്സ് ആണ്. അതുപോലെ റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഹെർട്ട് ടു ഹെർട്ട് കോൺവെർസേഷൻ എന്ന കാർഡാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പിലൂടെ പോകുന്ന ആൾക്കാരെയാണ്. ഇനി മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിലായിരിക്കും. ഈവൻ ഇത് നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ക്രഷ് ആണെങ്കിൽ പോലും കുറേ നാളുകളായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. എങ്കിലും മെജോറിറ്റി ആൾക്കാർ ഒരു സെപ്പറേഷനിലൂടെയാണ് ഈ വീഡിയോ കാണുന്ന ടൈമിൽ കടന്നു പോകുന്നത്. ചിലവർക്ക് ഇത് മാസങ്ങളായിട്ടുണ്ടായിരിക്കാം സെപ്പറേഷനിൽ പോയിട്ട്. അതുപോലെ മിക്കവരുടെയും ലൈഫിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ ഈ പേഴ്സൻ്റെ ഫാമിലി ആകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഈ പേഴ്സണെ ഹെൽപ്പിന് വേണ്ടി മാറ്റി നിർത്താൻ കഴിയാത്ത ആരെങ്കിലും ആകാം തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് ഇത് കരിയർ അല്ലെങ്കിൽ ഫിനാൻസും തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നുണ്ട്. സ്മൂത്ത് റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ആരെങ്കിലും ഈ ഒരു പൈല് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് പൈല് വാച്ച് ചെയ്യുക കേട്ടോ. ബിക്കോസ് ഇവിടെ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി പോയ ആൾക്കാരുടെ എനർജിയാണ് കിട്ടുന്നത്. ഇവിടെ 10 ഓഫ് സോർഡ്സും കിട്ടിയിട്ടുണ്ട്, അതുപോലെ ബോട്ടം എനർജിയിൽ 3 ഓഫ് സോർഡ്സും കിട്ടിയിട്ടുണ്ട്. ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ കടന്നു പോയതായിട്ട് കാണിക്കുന്നു. നിങ്ങളോട് പറയാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ എന്തൊക്കെയോ പ്രോബ്ലംസ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടും ഉണ്ടായതായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കൈയോടെ പിടിച്ചിരിക്കാം. എന്തുതന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സണുമായി വഴക്കുണ്ടായ ശേഷം അതിലൂടെ ഉണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയറിലേക്ക് വന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞത് റെസനേറ്റ് ആകുന്നവരെ മാത്രം എടുക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു പേഴ്സണെ പറ്റി പറയുവാണെങ്കിൽ ഹി ഓർ ഷീ എംപറർ എനർജിയിൽ നിൽക്കുന്ന ആളാണ്. അതായത് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. ആരുടെയും മുന്നിൽ ഒരു കാരണവശാലും താഴ്ന്നു കൊടുക്കത്തില്ല ഈ ഒരു പേഴ്സണ്. ഇനി താഴ്ന്നു കൊടുത്താൽ ഈ പേഴ്സൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടും എന്ന ചിന്താഗതിയുള്ള പേഴ്സണായിട്ട് കാണിക്കുന്നു. വളരെ സെൽഫിഷാണ്. അതുപോലെ ആരുടെയും അണ്ടറിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. ഒരു അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോളിൽ നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ അണ്ടറിൽ ഇപ്പോൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ആകാം അവരുടെ ഹെഡ്. അതുപോലെ വളരെ കോമ്പറ്റേറ്റീവ് മൈൻഡുള്ള ഒരാളായിട്ട് കാണിക്കുന്നു. വെട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന മനസ്ഥിതിയുള്ള ആളായിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ പേഴ്സൺ എന്താഗ്രഹിച്ചാലും അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടാനുള്ള കഴിവ് ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നു. വളരെ പ്രാക്ടിക്കലാണ് ആൾ. അതുപോലെ മച്ചുവേർഡാണ്. ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഒരു 4 to 5 ഏജ് ഡിഫറൻസിൽ മിനിമം ഉണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. മേ ബി മെജോറിറ്റി ആൾക്കാർ ഇപ്പം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കും. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും കറൻറ്റ്ലി, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ഈ പേഴ്സൺ അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് വളരെ അംബീഷ്യസ് ആണ് ആൾ. പണം സമ്പാദിക്കണം, കരിയർ ബിൽഡ് ചെയ്യണം എന്ന മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ പേഴ്സൺ ഒരുപക്ഷെ ഫിനാൻഷ്യലി നിങ്ങളെക്കാളും പുറകിലായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ പൈസയ്ക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായിരിക്കാം ഈ പേഴ്സൻ്റെ ഭാവി കെട്ടിപ്പടുക്കാനുള്ള ഓട്ടത്തിലാണെന്ന് കാണിക്കുന്നു. ഏറെക്കുറെ ഈ ഒരു പേഴ്സൺ അതിൽ വിജയിക്കുകയും ചെയ്തതായിട്ട് കാണിക്കുന്നു. എങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ച സ്റ്റെബിലിറ്റി കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ 90% ആൾക്കാർക്കും ഒരു റീയൂണിയൻ പോസിബിൾ ആണെന്ന് കാണിക്കുന്നു. അത് ചിലപ്പോൾ 6 days ആയിരിക്കാം, അല്ലെങ്കിൽ 6 week ആയിരിക്കാം, 6 month ആയിരിക്കാം, അല്ലെങ്കിൽ 6 year ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ ഡിവൈൻ ടൈം അനുസരിച്ചായിരിക്കും. എന്തായാലും ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് പാഷനോട് കൂടി തിരികെ വരുന്ന ഒരു പേഴ്സണെയാണ്. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും, ജോബിൽ കോൺസെൻട്രേറ്റഡ് ആണെങ്കിലും, പേരൻസ് എതിരാണെങ്കിലും, നിങ്ങളുടെ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരികെ വരുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ ഓഫർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ കുറച്ച് ടൈം കൂടി ആവശ്യമാണ് ഈ പേഴ്സണ്. അതുപോലെ ഇവിടെ കിട്ടുന്ന
കിട്ടിയിരിക്കുന്ന സോഡിയക് സൈൻ എന്ന് പറയുന്നത് ഫയർ സൈൻ കിട്ടുന്നുണ്ട്, അതായത് ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. ഏരീസ് എനർജി ഹൈ ആണ്. അതുപോലെ എയർ സൈൻ കിട്ടുന്നുണ്ട്, ജെമിനി, ലിബ്ര, അക്വേറിയസ്. ദെൻ എർത്ത് സൈനും ആക്റ്റീവ് ആണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. അതുപോലെ വാട്ടർ സൈനിൽ ക്യാൻസർ ആക്റ്റീവ് ആണ് കേട്ടോ. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഹെർട്ട് ടു ഹെർട്ട് കോൺവെർസേഷൻ എന്ന കാർഡാണ്. ഈ പേഴ്സണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആകുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിലുള്ളത് ഈ പേഴ്സണോട് തുറന്നു പറയുക. പാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് കോൺഫ്ലിക്റ്റിലേക്ക് പോകാതിരിക്കുക. എന്തായാലും സമയമാകുമ്പോൾ ഈ ഒരു പേഴ്സൺ തിരികെ വരുന്നതായിരിക്കും. അതുപോലെ റീയൂണിയനും നിങ്ങൾക്ക് പോസിബിൾ ആകുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ആദ്യം കിട്ടിയിരിക്കുന്നത് ജെമിനി സോഡിയക് സൈൻ ആണ്. ക്യാൻസർ സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. വിശാഖം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. 24 എന്ന് പറയുന്ന ഡേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജും ആയിരിക്കാം കേട്ടോ. ഓക്കെ, റീയൂണിയൻ പോസിബിളായിട്ട് കാണിക്കുന്നുണ്ട്. മെയ് മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, 19 എന്ന് പറയുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഉത്രട്ടാതി നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഇടുക്കി ജില്ല കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ടി കിട്ടിയിട്ടുണ്ട്. വയലറ്റ് എന്ന് പറയുന്ന കളറ് ഫേവറേറ്റ് ആയിരിക്കാം. തിരുവോണ നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഫൈനലി കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ആണ്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക് യു. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 6 ഓഫ് കപ്സ്, സ്റ്റാർ കാർഡ്, ലവേഴ്സ്, 6 ഓഫ് വാൻസ്, അതുപോലെ 3 ഓഫ് പെൻറ്റിക്കിൾ, 10 ഓഫ് പെൻറ്റിക്കിൾ ആണ്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ്, ഹൈ പ്രീസ്റ്റസ്, അതുപോലെ 5 ഓഫ് വാൻസ് ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് യു ഡിസേർവ് ലവ് എന്ന കാർഡാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് 70% ആൾക്കാരും ഒരു നോ കോണ്ടാക്റ്റിലാണെന്നാണ്. കംപ്ലീറ്റ്ലി എൻഡായി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇനി കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കും, അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കില്ല. ബിക്കോസ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മറ്റെന്തോ കാട്ടിൽ സ്റ്റക്കാണ് എന്ന് കാണിക്കുന്നു. ഈ പേഴ്സണെ ആരോ കൺട്രോൾ നിർത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന തരാൻ ഈ പേഴ്സണെ കൊണ്ട് കറൻലി സാധിക്കുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നായിരിക്കാം കണ്ടുമുട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. കൂടുതലും സോൾമേറ്റ് എനർജിയാണ് കിട്ടുന്നത്. ബിക്കോസ് ട്വിൻ ഫ്ലെയിം വളരെ അതായത് ഒരു 0.1% ഒക്കെ ട്വിൻ ഫ്ലെയിം കാണുകയുള്ളൂ. ഓക്കെ, അതുപോലെ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്ന ഗുഡ് മെമ്മറീസ് അവർ ഓർക്കാറുണ്ട്. നിങ്ങൾ അവരൊരു സ്റ്റാർ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഹോപ്പ്, അതായത് പ്രതീക്ഷ ഉള്ളതായിട്ട് കാണിക്കുന്നു. ഈ ഒരു പേഴ്സൺ തിരികെ വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നും ഈ ഒരു പേഴ്സണ് ബോധ്യമുള്ളതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ ഒരു പേഴ്സൺ നെയിമും ഫെയിമും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് സമൂഹത്തിന് മുൻപിൽ നിലയും വിലയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുപോലെ ട്രഡീഷൻസിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു പക്ഷേ ഈ ഒരു റിലേഷന് തടസ്സമായിട്ട് നിൽക്കുന്നത് തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. മറ്റു തേർഡ് പാർട്ടി എനർജി ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിനാലാകാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ കൺട്രോളിൽ നിൽക്കുന്നത്. എങ്കിലും ഇവിടെ സ്റ്റിൽ ലവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ലവേഴ്സ് എനർജി കിട്ടിയിട്ടുണ്ട്. ഈ പേഴ്സൺ ഒരുപാട് പ്രണയം നിങ്ങളോട് ഉള്ളതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് സ്റ്റേബിൾ ഫാമിലി വേണം എന്നാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം. ഈ പൈലിൽ ചൂസ് ചെയ്തവരുടെ ആഗ്രഹം ഈ പേഴ്സണുമായിട്ട് ഒരു മാരേജ് ഓഫർ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെജോറിറ്റി ആൾക്കാർക്കും ഇവിടെ ഈ പേഴ്സണുമായിട്ട് ഒരു മാരേജ് പോസിബിൾ ആണ്. ബിക്കോസ് ഇവിടെ 6 ഓഫ് വാൻസും ഉണ്ട്, അതുപോലെ 10 ഓഫ് പെൻറ്റിക്കിളും ഉണ്ട്. ഹൈ ചാൻസ് ആണ് മാരേജിൻ്റെ കാര്യത്തിൽ. ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അത് ഓഫർ ചെയ്യുകയും ചെയ്യും, മാരേജ് പോസിബിൾ ആകുകയും ചെയ്യും. അല്ലാത്തവർക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ലോങ് ടൈം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അത് പോസിബിൾ ആയിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ വളരെ ലോയലാണ്. ഇപ്പോൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ 8 ഡേയ്സ് അല്ലെങ്കിൽ 8 വീക്സിലൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് 8 മന്തും ആകാം കേട്ടോ. അതുപോലെ ഇവിടെ സോഡിയക് സൈൻ എല്ലാം തന്നെ
ആക്റ്റീവാണ്. സോ ഫസ്റ്റ് പൈലിനെ അപേക്ഷിച്ച് ഈ പൈൽ ചൂസ് ചെയ്തവർക്ക് മാരേജിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് യു ഡിസേർവ് ലവ് എന്നുള്ളതാണ്. അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്നേഹം കിട്ടാൻ അർഹരാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം ആരിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സ്നേഹം എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ടും ആരും തിരിച്ച് അതുപോലെ തന്നിട്ടുണ്ടാവില്ല. അതിനെല്ലാം ഒരു ചേഞ്ച് വരും. ബിക്കോസ് യു ആർ എ ലവബിൾ പേഴ്സൺ. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ഇവിടെ ആദ്യം തന്നെ കിട്ടുന്നത് ലെറ്റർ ഡി ആണ്. ഓക്കെ, അടുത്തതായിട്ട് സോൾമേറ്റ് കിട്ടിയിട്ടുണ്ട്. ഡിസംബർ മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ലെറ്റർ ഇസഡ് കിട്ടിയിട്ടുണ്ട്. കാർത്തിക നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ എം കിട്ടിയിട്ടുണ്ട്. തൃക്കേട്ട നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എച്ച് കിട്ടിയിട്ടുണ്ട്. അശ്വതി നക്ഷത്രം. യെല്ലോ കളറ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിരിക്കാം. ഓക്കെ, ജൂൺ കിട്ടിയിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിം കിട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ല കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഫൈനൽ കിട്ടിയിരിക്കുന്നത് ലെറ്റർ ഒ ആണ്. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിരുന്നു. ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്